സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1576 നടന്ന ഹാൽഡിഗഡ് യുദ്ധം ആരൊക്കെ തമ്മിൽ ആയിരുന്നു? ഓപ്ഷൻ ബി, റാണ പ്രതാപും അക്ബറും തമ്മിൽ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആര്? ധർമ്മരാജ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? രാജ്നാഥ് സിംഗ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത്? കോഴിക്കോട്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്ന്? ജനുവരി 16. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? ഇവിടെ തന്നിരിക്കുന്ന പദ്ധതികൾ സാന്ത്വനം പദ്ധതി, ആശ്വാസം പദ്ധതി, ആശാകിരണം പദ്ധതി, സമാശ്വാസം പദ്ധതി എല്ലാം കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ പദ്ധതികളിൽ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹായിക്കുന്ന പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം? കേരളം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ? കൈരളി. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല? ആലപ്പുഴ. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റാഗ്രാം ആണ്. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? എംറൂബ്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? വീരാങ്കന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം? വിഴിഞ്ഞം. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ? രാകേഷ് മോഹൻ. സ്വർണ്ണ കമൽ പുരസ്കാരം നൽകുന്നത് ഏത് വിഭാഗത്തിലാണ്? മികച്ച സംവിധായകൻ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? മുത്തയ്യ മുരളീധരൻ. അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? വാഗ്ഭടാനന്ദൻ. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. ഹരിതഗൃഹവാതകം അല്ലാത്തത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മീഥൈൻ, ഹൈഡ്രജൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. ഓപ്ഷൻ ബി, ഹൈഡ്രജൻ. അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ സി, 9. ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? അന്റാർട്ടിക്ക. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 124. റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് യാത്രി മിത്ര സേവ. ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ COVID-19 വാക്സിന്റെ പേര്? സൈക്കോവിഡി. ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര്? ഗഗൻയാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏത്? ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം? കൊയിലാണ്ടി. ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം? തുരുത്തിക്കര. സ്വർണത്തിന്റെ അറ്റോമിക ചിഹ്നം? AU. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ദീപ മാലിക്. കാറ്റിനെ കുറിച്ചുള്ള
ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് അനിമോളജി. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? കർണാടക. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെൻഡുലം. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആര്? ടിം ബെർണേഴ്സ്-ലീ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? EMS നമ്പൂതിരിപ്പാട്. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത മേരി ക്യൂറി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങൾ ഉണ്ട്? 9. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏത്? വിശ്വഭാരതി സർവകലാശാല. നീതി ആയോഗിലെ NITയുടെ പൂർണ്ണരൂപം എന്ത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 41ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 42 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 43ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 44 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 45ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 46ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 47 ഓപ്ഷൻ ബി. 48ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ 48 ഓപ്ഷൻ സി ആണ്. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 50ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് ചൂസ് ദ റൈറ്റ് ഇഡിയം. He has got dash of the property. The lion's share. Fill up with suitable tense form. It dash since 8 o'clock this morning. It has been raining since 8 o'clock this morning. Fill in the blanks choosing the correct form of adjective. Iron is the dash of all metals. Most useful. What is the collective noun of Peking? Colony. He said to me, please lend me your bicycle for a day. Can be reported as. Option C. He requested me to lend him my bicycle for a day. Fill in the blanks choosing the right word. One of the photos dash lost was. Fill in the blanks with suitable article. Jonah completed his studies from Dash University in France. A university in France. Pick out the adverb from the sentence. He has written the answers correctly. Option D, correctly. Choose the right answer. He liked the painting at first sight. SIGHT. Fill in the blanks choosing the correct form of verb given in brackets. If I dash everything about him, I wouldn't have created for these silly matters. Hard no. താഴെ തന്നിരിക്കുന്നവയിൽ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏത്? ചിറ്റമ്മ നയം. അദ്രി എന്ന പദത്തിൻ്റെ സമാന പദം പർവ്വതം. അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം കണ്ടെത്തുക. അനലൻ, വഹ്നി. സുന്ദരദൃഷ്ടി എന്ന പദം ഘടകങ്ങളാക്കുമ്പോൾ വരുന്നത് സുന്ദരമായ ദൃഷ്ടി. താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക. മക്കൾ. ഏകത്വം എന്ന പദത്തിൻ്റെ വിപരീത പദം നാനാത്വം. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ഭിക്ഷുകി. അഭി പ്ലസ് ഉദയം എന്ന പദം ചേർത്തെഴുതുമ്പോൾ വരാവുന്നത് അഭ്യുദയം. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധരൂപം കണ്ടെത്തുക. അധകൃതൻ. ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന പദമേത്?
അഗ്രഗണ്യൻ. 71ാമത്തെ ചോദ്യം, എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് പ്ലസ് 10ന്റെ വില എന്താണെന്ന് കണക്കാക്കുക. ഓപ്ഷൻ ഡി 12. വ്യത്യസ്ത പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഉപകരണം ഗേറ്റ്വേ. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിൻറ്റൺ ഗ്രേസർഫ്. ഒറ്റയാനെ കണ്ടെത്തുക. ഗൂഗിൾ. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഉബുണ്ടു. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്നത് ഏത്? സ്കാനർ. 1 ടൺ പരിധിയുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിന്റെ പേര്? ഒരു ടൗൺ പരിധിയിലുള്ള. ഓപ്ഷൻ സി ആണ് മാൻ. ISCII പൂർണ്ണരൂപം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഉപയോഗപ്രദമായി തോന്നിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളെയും വിവരങ്ങളെയും നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേര്? ട്രോജൻ ഹോഴ്സ്. C++ ലാംഗ്വേജിൽ കീവേഡ് അല്ലാത്തത് ഏത്? ആഡ്. ഐതിഹ്യമാലയുടെ രചയിതാവ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം? കടവല്ലൂർ. കാവുതീണ്ടൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? കൊടുങ്ങല്ലൂർ ഭരണി. കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത്? സാമൂതിരി മാനവേദൻ. പാഠകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം? ചാക്യാർകൂത്ത്. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം? മാമാങ്കം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഖമാസിക? ക്ഷേത്ര ദർശനം. കേരളത്തിലെ വാമന ക്ഷേത്രം? കേരളത്തിലെ വാമന ക്ഷേത്രം തൃക്കാക്കര. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത്? ഗുരുവായൂർ. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ഇരിങ്ങാലക്കുട. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ്? രേവതി പട്ടത്താനം. മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം? കോഴിക്കോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നിലവിൽ PS പ്രശാന്ത് ആണ്. PS പ്രശാന്ത്. കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതുന്നത്? കൊട്ടാരക്കര തമ്പുരാൻ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം? 1949. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം? കൂടിയാട്ടം. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത്? ചിങ്ങം 1. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്? ശക്തൻ തമ്പുരാൻ. ജ്ഞാനപ്പാനയുടെ കർത്താവ്? പൂന്താനം നമ്പൂതിരി. അവസാനത്തെ ചോദ്യം, ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ചെമ്പരത്തി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.